എയിം സ്റ്റഡി സെൻറ്ററിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സൈക്കോളജിയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. അതായത് ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റുകൾക്കും അതുപോലെ തന്നെ LPSA, UPSA തുടങ്ങിയ എക്സാമുകൾക്കും ചോദിച്ചിട്ടുള്ള സൈക്കോളജിയിലെ ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളും അതുപോലെ തന്നെ റിലേറ്റിംഗ് ഫാക്ട്സുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ 25 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ആ 25 ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വസ്തുതകളും അതുപോലെ അടുത്ത 25 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഠന വൈകല്യത്തിൽ പെടുന്നത് ഏത്? ഓപ്ഷൻ എ ആലേഖന വൈകല്യം, ഓപ്ഷൻ ബി ഉദ്വേഗ വൈകല്യം, ഓപ്ഷൻ സി സ്വഭാവ വൈകല്യം, ഓപ്ഷൻ ഡി ഉച്ചാരണ വൈകല്യം. ഉത്തരം ഓപ്ഷൻ എ ആലേഖന വൈകല്യം. ആലേഖന വൈകല്യം എന്നാൽ എഴുതാനുള്ള വൈകല്യമാണ്. റൈറ്റിംഗ് ഡിസോർഡർ ആണ് ആലേഖന വൈകല്യം എന്ന് പറയുന്നത്, അതായത് ഡിസ്ഗ്രാഫിയ. പഠന വൈകല്യം എന്നാൽ ശ്രവണം, ഭാഷണം, വായന, എഴുത്ത്, യുക്തിചിന്തനം, ഗണിതം ഈ തുടങ്ങിയ ശേഷികൾ ആർജിക്കാനും പ്രയോഗിക്കാനും കഴിയാത്തതിനെയാണ് പഠന വൈകല്യം എന്ന് പറയുന്നത്. അതുപോലെ കേന്ദ്ര നാഡീവ്യൂഹത്തിൻ്റെ പ്രവർത്തന വൈകല്യം മൂലം സംഭവിക്കുന്നത് പഠന വൈകല്യമാണ്. ആ പഠന വൈകല്യത്തിൽ വരുന്നത് ഒന്ന് എഴുതാനുള്ള വൈകല്യം, റൈറ്റിംഗ് ഡിസോർഡർ, ഡിസ്ഗ്രാഫിയ. ഗണിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, മാത്തമാറ്റിക്കൽ ഡിസോർഡർ, അതാണ് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. അതുപോലെ പേശി പ്രവർത്തനത്തിലെ പ്രശ്നങ്ങൾ, മോട്ടോർ കോർഡിനേഷൻ ഡിസോർഡർ, അതാണ് ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത്. അതുപോലെയുള്ള മറ്റൊരു ഡിസോർഡറാണ് ഭാഷാ പഠന പ്രശ്നങ്ങൾ, വായനാ വൈകല്യം, റീഡിംഗ് ഡിസോർഡർ, അതാണ് ഡിസ്ലക്സിയ. നമ്മുടെ ചോദ്യത്തിൽ ഓപ്ഷനായി തന്നിട്ടുള്ളത് ആലേഖന വൈകല്യം, എഴുതാനുള്ള വൈകല്യം മാത്രമാണ് പഠന വൈകല്യത്തിൽ പെടുന്നത്. അതുപോലെ ആലേഖനം എന്ന പദത്തിന് മറ്റൊരർത്ഥം കൂടെയുണ്ട്. ഓർമ്മയിലേക്ക് വിവരങ്ങൾ നൽകുന്ന പ്രക്രിയ, അതാണ് ആലേഖനം എന്ന് പറയുന്നത്. ഓർമ്മയുടെ പരസ്പര ബന്ധിതമായ 3 ഘട്ടങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ഘട്ടമാണ് ആലേഖനം അല്ലെങ്കിൽ എൻകോഡിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഘട്ടമാണ് സംഭരണം അല്ലെങ്കിൽ സ്റ്റോറേജ്. മൂന്നാമത്തെ ഘട്ടമാണ് പുനഃസൃഷ്ടി, റിട്രൈവൽ എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റേജ് അതാണ് ആലേഖനം. ഓർമ്മയിലേക്ക് വിവരങ്ങൾ നൽകുന്ന പ്രക്രിയയാണ് ആലേഖനം. ആലേഖനത്തിലൂടെ ലഭിച്ച വിവരങ്ങളെ പിന്നീടുള്ള ആവശ്യത്തിനായി സൂക്ഷിക്കുന്ന രീതിയാണ് സംഭരണം. അതുപോലെ ഓർമ്മയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് വെച്ചാൽ ആലേഖനത്തിൻ്റെയും സംഭരണത്തിൻ്റെയും ശക്തിയും തീവ്രതയുമാണ്. അടുത്ത ഘട്ടമാണ് പുനഃസൃഷ്ടി എന്ന് പറയുന്നത്. സംഭരിച്ചു വച്ചിട്ടുള്ള ആശയത്തെ ആവശ്യം വരുമ്പോൾ വെളിയിൽ കൊണ്ടുവരുന്ന പ്രക്രിയ, അതാണ് പുനഃസൃഷ്ടി എന്ന് പറയുന്നത്. നമ്മുടെ ചോദ്യത്തിൽ ആലേഖനം എന്ന പദം വന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ കൂടെ ഇവിടെ ഓർമ്മിപ്പിച്ചത്. ഓർമ്മയും മറവിയും എന്ന് പറയുന്ന സൈക്കോളജിയുടെ ഭാഗത്താണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ പഠനം ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടത് ആലേഖനം, സംഭരണം, പുനഃസൃഷ്ടി എന്നീ പ്രക്രിയകൾക്ക് കൂടുതൽ അവസരമുണ്ടാക്കുകയാണ്. ആ രീതിയിൽ പറയുകയാണെങ്കിലും പഠന വൈകല്യത്തിൽ വരുന്ന ഒന്ന് ആലേഖന വൈകല്യം മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിലുള്ളത്. അടുത്ത ചോദ്യം, ഓർമ്മയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്തത് ഏത്? ഓപ്ഷൻ എ കുട്ടികൾക്ക് വസ്തുതകൾ ഓർത്തെടുക്കാനും പ്രയോഗിക്കാനും കഴിയുന്നത് മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ്. ഓപ്ഷൻ ബി കാണാപ്പാഠം പഠിക്കുന്നത് ഹ്രസ്വകാല ഓർമ്മകളേക്കാൾ ദീർഘകാല ഓർമ്മകളിൽ സൂക്ഷിക്കുന്നത് പര്യാപ്തമാണ്.
ഓപ്ഷൻ സി, ആശയങ്ങൾ ശ്രേണീബദ്ധമായി ക്രമീകരിക്കുന്നത് ഓർമ്മകളിൽ നിലനിർത്തുന്നതിന് അനുയോജ്യമാണ്. ഓപ്ഷൻ ഡി, വൈവിധ്യമുള്ള പഠനാനുഭവങ്ങൾ ലഭിക്കുന്നത് ദീർഘകാലം ഓർമ്മിക്കുന്നതിന് സഹായകമാണ്. ഉത്തരം ഓപ്ഷൻ ബി, കാണാപാഠം പഠിക്കുന്നത് ഹ്രസ്വകാല ഓർമ്മകളേക്കാൾ ദീർഘകാല ഓർമ്മകളിൽ സൂക്ഷിക്കുന്നത് പര്യാപ്തമാണ്. ഓർമ്മ, മറവി എന്നിവയെക്കുറിച്ച് ആദ്യമായി ഒരു പഠനം നടത്തിയത് എബ്ബിംഗ്ഹോസ് ആണ്. ഓർമ്മ എന്നാൽ നമ്മുടെ അനുഭവങ്ങൾ ശേഖരിച്ചു വയ്ക്കാനും ആ അനുഭവത്തിനു ശേഷം ബോധതലത്തിലേക്ക് കൊണ്ടുവരാനുമുള്ള മനസ്സാണ് ഓർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ വിവിധ തരത്തിലുള്ള ഓർമ്മകളുണ്ട്. അതിലെ 2 എണ്ണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹ്രസ്വകാല ഓർമ്മയും ദീർഘകാല ഓർമ്മയും. ലോങ് ടേം മെമ്മറിയും ഷോർട്ട് ടേം മെമ്മറിയും. ഷോർട്ട് ടേം മെമ്മറി, ഹ്രസ്വകാല സ്മരണ എന്നാൽ കുറച്ചുകാലം മാത്രം ഓർമ്മയിൽ നിലനിർത്തുന്നതിനെയാണ് ഹ്രസ്വകാല സ്മരണ അല്ലെങ്കിൽ ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത്. ഉയർന്ന നിലവാരത്തിൽ സ്ഥിരത പുലർത്തിക്കൊണ്ട് വളരെയേറെ വിവരങ്ങൾ ദീർഘകാലം ഓർത്തുവെക്കാനുള്ള കഴിവാണ് ദീർഘകാല സ്മരണ അല്ലെങ്കിൽ ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത്. നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ള ഓപ്ഷൻ ബി പറഞ്ഞിട്ടുള്ളത് കാണാപാഠം പഠിക്കുന്നത് ഹ്രസ്വകാല ഓർമ്മകളേക്കാൾ ദീർഘകാല ഓർമ്മകളിൽ സൂക്ഷിക്കുന്നത് പര്യാപ്തമാണ്. അതുമാത്രമാണ് ഇതിൽ തെറ്റായി തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകം എൻവയോൺമെൻ്റൽ ഫാക്ടർ ഏത്? ഓപ്ഷൻ എ, ഗ്രന്ഥി വ്യവസ്ഥ. ഓപ്ഷൻ ബി, ശാരീരിക വ്യവസ്ഥ. ഓപ്ഷൻ സി, കുടുംബം. ഓപ്ഷൻ ഡി, പാരമ്പര്യം. ഉത്തരം ഓപ്ഷൻ സി, കുടുംബം. വ്യക്തിത്വം എന്നാൽ ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെയും ചിന്തയെയും നിർണ്ണയിക്കുന്ന മാനസികവും കായികവുമായ വ്യവസ്ഥയുടെ ചലനാത്മകമായ ഒരു ആന്തരിക ഘടനയാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്, പേഴ്സണാലിറ്റി. ഈ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന 2 തരം ഘടകങ്ങളുണ്ട്. അതിൽ ഒന്ന് ജൈവിക ഘടകങ്ങൾ, ബയോളജിക്കൽ ഫാക്ടേഴ്സ്. രണ്ടാമത്തേത് സാഹചര്യ ഘടകങ്ങൾ, എൻവയോൺമെൻ്റൽ ഫാക്ടേഴ്സ്. ഇതിൽ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ജൈവിക ഘടകങ്ങളാണ് ശാരീരിക വ്യവസ്ഥ, ഗ്രന്ഥി വ്യവസ്ഥ, നാഡീവ്യവസ്ഥ, പാരമ്പര്യം എന്നിവ. വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകങ്ങളാണ് കുടുംബം, വിദ്യാലയം, സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾ, മാധ്യമങ്ങൾ എന്നിവ. തന്നിട്ടുള്ള ചോദ്യത്തിലെ ബാക്കിയുള്ള 3 ഓപ്ഷൻസും വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ജൈവിക ഘടകങ്ങളാണ്. കുടുംബം മാത്രമാണ് വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകത്തിൽ വരുന്നത്, എൻവയോൺമെൻ്റൽ ഫാക്ടറിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി, കുടുംബം. അടുത്ത ചോദ്യം, ശാരീരിക ദ്രവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വ്യക്തിത്വത്തെ വിശദീകരിച്ചവരിൽ പ്രധാനി. ഓപ്ഷൻ എ, ഹിപ്പോക്രാറ്റസ്. ഓപ്ഷൻ ബി, ക്രംഷർ. ഓപ്ഷൻ സി, ഹെർബർട്ട് ഷെൽഡൺ. ഓപ്ഷൻ ഡി, കാൾ യൂങ്. ഉത്തരം ഓപ്ഷൻ എ, ഹിപ്പോക്രാറ്റസ്. അദ്ദേഹമാണ് ശാരീരിക ദ്രവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വ്യക്തിത്വത്തെ വിശദീകരിച്ചവരിൽ പ്രധാനി. ക്രംഷർ ഒരു വ്യക്തിയുടെ കായിക ഘടനയും വ്യക്തിത്വവും തമ്മിൽ അടുത്ത ബന്ധമാണുള്ളത് എന്ന് അഭിപ്രായപ്പെട്ടവരിൽ ഒരാളാണ്. ക്രംഷറുടെ അഭിപ്രായത്തിൽ 3 തരം കായിക ഘടനയാണുള്ളത്. 1 ആസ്തനിക്, 2 അത്ലറ്റിക്, 3 പിക്നിക്. ഇങ്ങനെ 3 തരത്തിലുള്ള കായിക ഘടനയുള്ളവരാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ക്രംഷറാണ്. ഹെർബർട്ട് ഷെൽഡൺ ശാരീരിക പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിലാണ് വ്യക്തിത്വ വർഗീകരണം നടത്തിയത്. വ്യക്തിത്വത്തെ അദ്ദേഹം 3 തരംതിരിച്ചിരുന്നു: എൻഡോമോർഫിക്,
മീസോമോർഫിക്, എക്ടോമോർഫിക്. ഇങ്ങനെ 3 തരത്തിലുള്ള വ്യക്തിത്വമാണ് ഉള്ളത് എന്നാണ് ഹെർബർട്ട് ഷെൽഡൻ അഭിപ്രായപ്പെട്ടത്. കാൾ യുങ് മനുഷ്യ വ്യക്തിത്വത്തെ അന്തർമുഖരെന്നും ബഹിർമുഖരെന്നും ഇൻട്രോവേർട്സ് എന്നും എക്സ്ട്രോവേർട്സ് എന്നും 2ആയി തരംതിരിച്ചു. അതുപോലെ തന്നെ വ്യവഹാര വൈകല്യങ്ങൾ കണ്ടെത്താനായി കാൾ യുങ് ആവിഷ്കരിച്ച ശോധകമാണ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. വാറ്റ് എന്ന് പറയും, WAT. ഹിപ്പോക്രാറ്റസ്, ഷെൽഡൻ, ക്രംഷർ ഇവർ 3 പേരും ഇനസമീപന പ്രകാരം അല്ലെങ്കിൽ ടൈപ്പ് അപ്രോച്ച് പ്രകാരം വ്യക്തിത്വ നിർണയം നടത്തിയ പ്രതിഭാശാലികളാണ്. അടുത്ത ചോദ്യം, ശ്രീബുദ്ധനിലെ അഹിംസ താഴെ പറയുന്നവയിൽ ഏതിന് ഉദാഹരണമാണ്? ഓപ്ഷൻ എ കേന്ദ്ര സവിശേഷകം സെൻട്രൽ ട്രൈറ്റ്സ്, ഓപ്ഷൻ ബി മുഖ്യ സവിശേഷകം കാർഡിനൽ ട്രൈറ്റ്സ്, ഓപ്ഷൻ സി ദ്വിതീയ സവിശേഷകം സെക്കൻഡറി ട്രൈറ്റ്സ്, ഓപ്ഷൻ ഡി ഇതിനൊന്നും ഉദാഹരണമല്ല. ഉത്തരം ഓപ്ഷൻ ബി മുഖ്യ സവിശേഷകങ്ങൾ കാർഡിനൽ ട്രൈറ്റ്സ്. അതായത് ആൾപോർട്ട് വ്യക്തിത്വത്തെ വിശകലനം ചെയ്യുന്നത് സവിശേഷതകളുടെ അല്ലെങ്കിൽ ട്രെയ്റ്റ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ സവിശേഷതകളെ ആൾപോർട്ട് 3ആയി തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് മുഖ്യ സവിശേഷതകൾ കാർഡിനൽ ട്രൈറ്റ്സ്, രണ്ടാമത്തേത് സെൻട്രൽ ട്രൈറ്റ്സ് അല്ലെങ്കിൽ കേന്ദ്ര സവിശേഷതകൾ അല്ലെങ്കിൽ മധ്യമ സവിശേഷതകൾ, മൂന്നാമത്തേത് ദ്വിതീയ സവിശേഷതകൾ സെക്കൻഡറി ട്രൈറ്റ്സ്. ഇതിൽ മുഖ്യ സവിശേഷകം കാർഡിനൽ ട്രൈറ്റ്സ് എന്നാൽ ഒരാളുടെ വ്യക്തിത്വ സവിശേഷതകൾ മുഴുവൻ കേന്ദ്രീകരിക്കുന്നത് ഒരു ട്രൈറ്റിലാണെങ്കിൽ അതാണ് മുഖ്യ സവിശേഷകം എന്ന് പറയുന്നത്. ഉദാഹരണമായി ഗാന്ധിജിയുടെ മുഖ്യ സവിശേഷകം ആക്രമണരാഹിത്യവും അഹിംസയുമാണെന്ന് പറയാം. മദർ തെരേസയുടേത് ജീവകാരുണ്യമാണെന്ന് പറയാം. അതുപോലെ ശ്രീബുദ്ധനിലെ അഹിംസയാണെന്ന് പറയാം. അപ്പോൾ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന മുഖ്യ സവിശേഷകങ്ങൾക്ക് ഉദാഹരണം അക്രമരാഹിത്യം, അഹിംസ, സ്വേച്ഛാധിപത്യം, ഫലിതബോധം, ഭൂതദയ എന്നിവ. അപ്പോൾ വ്യക്തിയുടെ വിവിധ വ്യവഹാരങ്ങളിൽ മിക്കപ്പോഴും പ്രകടമാകുന്നതും മേൽക്കൈ നേടുന്നതുമായ സ്വഭാവ സവിശേഷതകളാണ് മുഖ്യ സവിശേഷതകൾ അല്ലെങ്കിൽ കാർഡിനൽ ട്രൈറ്റ്സ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഓരോ വ്യക്തിയെയും വേർതിരിക്കുന്ന സവിശേഷകമായ ഘടകങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സവിശേഷകം ട്രെയ്റ്റ്സ് ആൾപോർട്ട് നൽകുന്ന പേര്? ഓപ്ഷൻ എ കേന്ദ്ര സവിശേഷകങ്ങൾ സെൻട്രൽ ട്രൈറ്റ്സ്, ഓപ്ഷൻ ബി മുഖ്യ സവിശേഷകങ്ങൾ കാർഡിനൽ ട്രൈറ്റ്സ്, ഓപ്ഷൻ സി ദ്വിതീയ സവിശേഷകങ്ങൾ സെൻട്രൽ ട്രൈറ്റ്സ്, ഓപ്ഷൻ ഡി ബാഹ്യ സവിശേഷകങ്ങൾ സർഫസ് ട്രൈറ്റ്സ്. ഉത്തരം ഓപ്ഷൻ ബി മുഖ്യ സവിശേഷകങ്ങൾ കാർഡിനൽ ട്രൈറ്റ്സ്. ആൾപോർട്ട് വ്യക്തിത്വത്തെ വിശകലനം ചെയ്തത് സവിശേഷതകളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതാണ്. ആ സവിശേഷകങ്ങളെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. മുഖ്യ സവിശേഷകങ്ങൾ, കേന്ദ്ര സവിശേഷകങ്ങൾ, ദ്വിതീയ സവിശേഷകങ്ങൾ. ഇവിടെ തന്നിട്ടുള്ളത് ഓരോ വ്യക്തിയെയും വേർതിരിക്കുന്ന സവിശേഷകമായ ഘടകങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് അതാണ് മുഖ്യ സവിശേഷകങ്ങൾ എന്നു പറയുന്നത്. ഉദാഹരണം അക്രമരാഹിത്യം, അഹിംസ, സ്വേച്ഛാധിപത്യം, ഫലിതബോധം എന്നിവയെല്ലാം വരും. ഇനി ഓപ്ഷൻ എ ആയ കേന്ദ്ര സവിശേഷകം സെൻട്രൽ ട്രൈറ്റ്സ് എന്നാൽ ഈ മുഖ്യ സവിശേഷകങ്ങളെ പോലെ ശക്തമാണെങ്കിലും ഒരാളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രതിഫലിക്കുന്ന ചില സവിശേഷതകൾ ഉണ്ടാവും. ഉദാഹരണമായി സത്യസന്ധത, വിശ്വാസ്യത, പരസ്പരാശ്രയത്വം, സ്വാർത്ഥത, മത്സരബുദ്ധി, വിധേയത്വം, ഇങ്ങനെയുള്ള കുറച്ച് സവിശേഷതകൾ ഉണ്ടാവും. ഇതാണ്
കേന്ദ്ര സവിശേഷകങ്ങളിൽ വരുന്നത്. അതായത് ഒരു വ്യക്തിയെ സാമാന്യമായി വിവരിക്കുന്നതും മുഖ്യ സവിശേഷതയെ സമഗ്രവും വ്യാപകവുമായ അല്ലെങ്കിലും നല്ല രീതിയിൽ പ്രതിനിധീകരിക്കുന്നതുമായ സ്വഭാവ സവിശേഷതയാണ് മധ്യമ സവിശേഷതകൾ അല്ലെങ്കിൽ കേന്ദ്ര സവിശേഷതകൾ, സെൻട്രൽ ട്രൈറ്റ്സ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആയ ദ്വിതീയ സവിശേഷകങ്ങൾ, സെക്കൻഡറി ട്രൈറ്റ്സ് എന്നാൽ ഒരാളിൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രം പ്രകടമാവുന്ന സവിശേഷകങ്ങളാണ് ദ്വിതീയ സവിശേഷകങ്ങൾ എന്ന് പറയുന്നത്. സവിശേഷത സാഹചര്യങ്ങളിൽ മാത്രം പ്രകടമാകുന്നതും പ്രവർത്തന മേഖലകളിൽ കുറഞ്ഞ തോതിൽ മാത്രം സ്വാധീനം ചെലുത്തുന്നതുമായ സവിശേഷതയാണ് ദ്വിതീയ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഈ മൂന്ന് സവിശേഷകങ്ങളും കൂടിച്ചേർന്നാണ് വ്യക്തിത്വം രൂപപ്പെടുന്നത് അല്ലെങ്കിൽ വ്യക്തിത്വത്തെ നിർണയിക്കുന്നത് എന്നാണ് ആൾപോർട്ട് അഭിപ്രായപ്പെട്ടത്. ഓപ്ഷൻ ഡി ആയ ബാഹ്യ സവിശേഷകങ്ങൾ, സർഫസ് ട്രൈറ്റ്സ് എന്നത് വ്യക്തിത്വത്തെ കാറ്റൽ എന്ന ശാസ്ത്രജ്ഞൻ തരംതിരിച്ചിട്ടുണ്ട്. അതിലെ ഒരെണ്ണമാണ് ഈ ബാഹ്യ സവിശേഷകങ്ങൾ എന്ന് പറയുന്നത്. വ്യക്തിത്വത്തെ കാറ്റൽ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ 4ആയി വർഗീകരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് കോമൺ ട്രൈറ്റ്സ്, സാമാന്യ സവിശേഷകങ്ങൾ. രണ്ടാമത്തേത് യുണീക്ക് ട്രൈറ്റ്സ്, തനിമ സവിശേഷകങ്ങൾ. മൂന്നാമത്തേത് സർഫസ് ട്രൈറ്റ്സ്, പ്രതല സവിശേഷതകൾ അല്ലെങ്കിൽ ബാഹ്യ സവിശേഷകങ്ങൾ. നാലാമത്തേത് സോഴ്സ് ട്രൈറ്റ്സ്, പ്രഭവ സവിശേഷതകൾ. അതുപോലെ തന്നെ പ്രതല പ്രഭാവ സവിശേഷതാ സിദ്ധാന്തം, തിയറി ഓഫ് സർഫസ് ആൻഡ് സോഴ്സ് ട്രൈറ്റിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് കാറ്റലാണ്. അടുത്ത ചോദ്യം, ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ വ്യക്തിത്വത്തിന് 3 തലങ്ങളുണ്ട്. അവയിൽ ഒന്നാണ് ഇത് പ്രവർത്തിക്കുന്നത് ഓപ്ഷൻ എ സുഖേച്ഛയുടെ അടിസ്ഥാനത്തിൽ, ഓപ്ഷൻ ബി നൈതിക ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഓപ്ഷൻ സി യാഥാർത്ഥ്യ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ എ സുഖേച്ഛയുടെ അടിസ്ഥാനത്തിൽ. അതായത് പ്ലഷർ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന മനോഘടകമാണ് ഇത് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ജനനം മുതൽ തന്നെ കാണപ്പെടുന്ന മനോഘടകമാണ് അല്ലെങ്കിൽ വ്യക്തിത്വ ഘടകമാണ് ഇത്. വ്യക്തികളിൽ കാണപ്പെടുന്ന ശാരീരിക ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ, ലൈംഗിക വികാരങ്ങൾ എന്നിവയുടെ ഉറവിടം ഇതാണ്. ഓപ്ഷൻ ബി നൈതിക ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് സൂപ്പർ ഈഗോ ആണ്. അതായത് മൊറാലിറ്റി പ്രിൻസിപ്പിളിനെ, സാൻമാർഗിക തത്വത്തിനെ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്നതാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. ഇതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന മനോഘടകവും സൂപ്പർ ഈഗോ തന്നെയാണ്. അതുപോലെ പരിപൂർണതയ്ക്കു വേണ്ടി, പെർഫെക്ഷനു വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത് സൂപ്പർ ഈഗോ ആയിരിക്കും. സാമൂഹിക നന്മയെ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനു പിന്നിലും സൂപ്പർ ഈഗോ തന്നെയാണ്. അതുകൊണ്ട് മനുഷ്യ മനസ്സിനുള്ളിലെ ശരിയും തെറ്റും നിർണയിക്കുന്നത് സൂപ്പർ ഈഗോ ആണ്. അതുപോലെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈഗോയ്ക്കുണ്ടാവുന്ന അനുഭവങ്ങളിൽ നിന്ന് വികസിക്കുന്നതാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി യാഥാർത്ഥ്യ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത്, റിയാലിറ്റി പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്നതാണ് ഈഗോ എന്ന് പറയുന്നത്. പ്രായോഗിക തത്വങ്ങളിൽ അധിഷ്ഠിതമാണ് ഈഗോ. ഇത് കാരണമുണ്ടാകുന്ന വൈകാരിക ത്വരയെ പ്രായോഗിക തലത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത് ഈഗോയ്ക്കാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യ മനസ്സിനെ നിയന്ത്രിക്കുന്ന പോലീസ് ശക്തി എന്നറിയപ്പെടുന്നത് ഈഗോയാണ്. വ്യക്തിത്വത്തിൻ്റെ പാലകനായി കണക്കാക്കുന്നതും ഈഗോ തന്നെയാണ്. അടുത്ത ചോദ്യം, ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ യാഥാർത്ഥ്യ തത്വം, റിയാലിറ്റി പ്രിൻസിപ്പിൾ,
സാൻമാർഗിക തത്വം, മൊറാലിറ്റി പ്രിൻസിപ്പിൾ എന്നിവ വ്യക്തിത്വത്തിൻ്റെ ഏതൊക്കെ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവയാണ്? ഓപ്ഷൻ എ ഇത്, ഈഗോ. ഓപ്ഷൻ ബി ഈഗോ, ലിബിഡോ. ഓപ്ഷൻ സി ഈഗോ, സൂപ്പർ ഈഗോ. ഓപ്ഷൻ ഡി ഇത്, ലിബിഡോ. ഉത്തരം ഈഗോ, സൂപ്പർ ഈഗോ. ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ 3 വ്യവസ്ഥകൾ കൂടിച്ചേർന്നതാണ് വ്യക്തിത്വത്തിൻ്റെ ഘടന എന്ന് പറയുന്നത്. ആ 3 എണ്ണമാണ് ഇത്, ഈഗോ, സൂപ്പർ ഈഗോ എന്നിവ. ഇതിൽ റിയാലിറ്റി പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്നതാണ് ഈഗോ. മൊറാലിറ്റി പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്നതാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. ഇത് പ്രവർത്തിക്കുന്നത് പ്ലഷർ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്താണ്. അടുത്ത ചോദ്യം, ഒരു വ്യക്തിയുടെ അസംതൃപ്തമായ ആഗ്രഹങ്ങളും വേദനാജനകമായ അനുഭവങ്ങളും അബോധ തലത്തിലേക്ക് തള്ളിത്താഴ്ത്തുന്ന പ്രക്രിയ. ഓപ്ഷൻ എ ദമനം. ഓപ്ഷൻ ബി പൂരണം. ഓപ്ഷൻ സി അനുപൂരണം. ഓപ്ഷൻ ഡി അക്രമത്വം. ഉത്തരം ഓപ്ഷൻ എ ദമനം. ദമനം എന്നാൽ വേദനാജനകമായ അനുഭവങ്ങളും മാനസിക സംഘർഷങ്ങളും സാക്ഷാത്കരിക്കാനാവാത്ത ആഗ്രഹങ്ങളും അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയയാണ് ദമനം അല്ലെങ്കിൽ റിപ്രഷൻ എന്നു പറയുന്നത്. ഫ്രോയിഡിൻ്റെ വീക്ഷണം അനുസരിച്ച് അക്ഷരപ്പിഴവുകൾക്കും നാക്കുപിഴവുകൾക്കും കാരണം ദമനമാണ്. ഇത് കഴിഞ്ഞ UP അസിസ്റ്റൻറ്റിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അനുപൂരണം അല്ലെങ്കിൽ കോമ്പൻസേഷൻ എന്നാൽ ഒരു രംഗത്തുള്ള പോരായ്മ മറ്റൊരു രംഗത്ത് തനിക്കുള്ള ശക്തിയിലൂടെ മറയ്ക്കാൻ ശ്രമിക്കുന്ന തന്ത്രമാണ്. പിരിമുറുക്കം കുറച്ച് മാനസികാരോഗ്യത്തെ മെച്ചമാക്കും എന്നതിനാൽ ഇത് വിലയേറിയ സമായോജന തന്ത്രമായി കണക്കാക്കുന്നു. ഉദാഹരണമായി, അക്കാദമിക് വിഷയങ്ങളിൽ പരാജയപ്പെടുന്ന കുട്ടി തൻ്റെ ആത്മാഭിമാനം കായിക പ്രവർത്തനത്തിലെ നേട്ടങ്ങളിലൂടെ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ ആക്രമണം, അഗ്രഷൻ എന്നാൽ മോഹഭംഗത്തിൻ്റെ പ്രഭാവത്തെ തകർക്കാൻ ശ്രമിക്കുക വഴിയാണ് വ്യക്തി ഈ തന്ത്രം സ്വീകരിക്കുന്നത്. അതായത് തനിക്ക് എന്തെങ്കിലും ദോഷം ചെയ്തവരോട് തിരിച്ച് പ്രതികരിക്കുന്നതാണ് ആക്രമണം എന്ന് പറയുന്നത്. അപ്പോൾ മോഹഭംഗമാണ് ആക്രമണം എന്ന തന്ത്രത്തിൻ്റെ പ്രധാന കാരണം. തന്നെ അവഹേളിച്ച സഹപാഠിയെ ശാരീരികമായി ആക്രമിക്കുന്നത് പ്രത്യക്ഷ ആക്രമണവും അച്ഛൻ വഴക്കു പറഞ്ഞതിന് ഗ്ലാസ് എറിഞ്ഞുടച്ചത് പരോക്ഷ ആക്രമണത്തിനും ഉദാഹരണങ്ങളാണ്. അടുത്ത ചോദ്യം, ഒരു വ്യക്തിയുടെ ലിബിഡോ ഊർജത്തിൻ്റെ സംഭരണി. ഓപ്ഷൻ എ ഇത്. ഓപ്ഷൻ ബി ഈഗോ. ഓപ്ഷൻ സി സൂപ്പർ ഈഗോ. ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ഉത്തരം ഇത്. ഒരു വ്യക്തിയിൽ എല്ലാവിധ മാനസിക പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ ശക്തി പ്രദാനം ചെയ്യുന്ന ഒരു മാനസിക ഊർജമാണ് ലിബിഡോ ഊർജം എന്ന് പറയുന്നത്. ആ വ്യക്തിയിൽ ലിബിഡോ ഊർജത്തിൻ്റെ സംഭരണി എന്ന് പറയുന്നത് ഇതാണ്. ജീവിതത്തിൻ്റെ നിർണായക ചോദനമായ ലിബിഡോവിൻ്റെ 2 മുഖങ്ങളാണ്. ഒന്ന് ഇറോസിസും 2 താനറ്റോസിസും. ഇറോസിസ് എന്ന് പറയുന്നത് ലൈംഗികതയെയും താനറ്റോസ് എന്ന് പറയുന്നത് ആക്രമണ വാസനയെയും പ്രതിനിധീകരിക്കുന്നു. അതുപോലെ കുട്ടിക്കാലത്ത് നാം അനുഭവിക്കുന്ന ലൈംഗിക വികസന പ്രതിസന്ധികൾ പിൽക്കാലത്ത് വ്യക്തിത്വ സവിശേഷതകളെ നിർണയിക്കുന്നു എന്നാണ് ഫ്രോയിഡ് അഭിപ്രായപ്പെട്ടത്. ജീവിതത്തിലെ
5 വ്യത്യസ്ത ഘട്ടങ്ങളുടെ വിഭജനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ലിബിഡോ ഊർജത്തിൻ്റെ കേന്ദ്രീകരണമാണ്. ലിബിഡോ ഊർജത്തിനെ തന്നെയാണ് ലൈംഗിക ചോദന എന്നും പറയുന്നത്. അപ്പോൾ ലൈംഗിക ചോദനകൾ കേന്ദ്രീകരിക്കുന്ന അല്ലെങ്കിൽ ലിബിഡോ ഊർജം കേന്ദ്രീകരിക്കുന്ന ശരീരഭാഗത്തെ എറോജനസിസ് സോൺ അല്ലെങ്കിൽ ലൈംഗികോത്തേജന മേഖലകൾ എന്നു പറയുന്നു. അടുത്ത ചോദ്യം, ഫ്രീ അസോസിയേഷൻ എന്നത് ആരുടെ മുഖ്യ ചികിത്സാ പദ്ധതിയായിരുന്നു? ഓപ്ഷൻ എ വുഡ്വർത്ത്, ഓപ്ഷൻ ബി ലെവിൻ, ഓപ്ഷൻ സി ഫ്രോയിഡ്, ഓപ്ഷൻ ഡി ബിനെ. ഉത്തരം ഓപ്ഷൻ സി ഫ്രോയിഡ്. ഫ്രോയിഡും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായ ജോസഫ് ബ്രൂവറും ചേർന്നാണ് ഫ്രീ അസോസിയേഷൻ എന്ന ചികിത്സാ രീതി രൂപപ്പെടുത്തിയെടുത്തത്. അതായത് ഒരുവൻ്റെ മനസ്സിലുണ്ടാവുന്ന ആശയങ്ങൾ ഒട്ടും മറയ്ക്കാതെ യാഥാർത്ഥ്യ രൂപത്തിൽ തുടർച്ചയായി പ്രകടിപ്പിക്കുന്ന ചികിത്സാ രീതിയാണ് സ്വതന്ത്ര സഹചരത്വം അല്ലെങ്കിൽ ഫ്രീ അസോസിയേഷൻ എന്ന് പറയുന്നത്. അതായത് സൗകര്യപ്രദമായും സുഖപ്രദമായും ഒരു കട്ടിലിലോ സോഫയിലോ ഇരിക്കുന്ന രോഗി ചികിത്സകന് മുമ്പിൽ തൻ്റെ മനസ്സ് തുറക്കുന്നതാണ് ഫ്രീ അസോസിയേഷൻ എന്ന് പറയുന്നത്. അതിലൂടെ തൻ്റെ മനസ്സിലെ അന്തസംഘർഷങ്ങളെക്കുറിച്ചെല്ലാം വിശദീകരിക്കാൻ തയ്യാറാവുന്ന രോഗിക്ക് തികച്ചും സൗഹാർദ്ദപൂർണമായ ഒരു അന്തരീക്ഷമാണ് ഫ്രീ അസോസിയേഷൻ്റെ ഭാഗമായി ലഭിക്കുക. അതുപോലെ തന്നെ മാനസിക ചികിത്സയ്ക്കായി ഫ്രോയിഡ് ആരംഭിച്ച ചികിത്സാ രീതിയാണ് ഡ്രീം അനാലിസിസ് അല്ലെങ്കിൽ സ്വപ്നാപഗ്രഥനം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ബിയോണ്ട് ദ പ്ലഷർ പ്രിൻസിപ്പിൾസ് എന്ന ഗ്രന്ഥം ആരുടേതാണ്? ഓപ്ഷൻ എ ഫ്രോയിഡ്, ഓപ്ഷൻ ബി ലാമാർക്ക്, ഓപ്ഷൻ സി റോബർട്ട് ഹുക്ക്, ഓപ്ഷൻ ഡി വില്യം ജെയിംസ്. ഉത്തരം ഓപ്ഷൻ എ ഫ്രോയിഡ്. ബിയോണ്ട് ദ പ്ലഷർ പ്രിൻസിപ്പിൾ എന്ന പുസ്തകം 1920 പുറത്തിറങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ മറ്റു പുസ്തകങ്ങളാണ് ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് 1900 പുറത്തിറങ്ങുന്നത്. ദ സൈക്കോപാത്തോളജി ഓഫ് എവ്രിഡേ ലൈഫ് 1901 ആ പുസ്തകം പുറത്തിറങ്ങിയത്. ഇൻട്രൊഡക്ഷൻ ടു സൈക്കോ അനാലിസിസ് അത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകമാണ്. അത് 1917 പുറത്തിറങ്ങിയത്. കേട്ടറ്റ് എക്സാമുകൾക്ക് ഈ പുസ്തകത്തിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഫ്രോയിഡിൻ്റെ മനോലൈംഗിക വികസനത്തെ സംബന്ധിച്ച സിദ്ധാന്തത്തിൻ്റെ ഘട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഇവയിൽ ഏത്? ഓപ്ഷൻ എ വദനഘട്ടം, ഓപ്ഷൻ ബി ഗുദഘട്ടം, ഓപ്ഷൻ സി നിർലീനഘട്ടം, ഓപ്ഷൻ ഡി അന്തർലീനഘട്ടം. ഉത്തരം ഓപ്ഷൻ ഡി അന്തർലീനഘട്ടം. ഫ്രോയിഡ് മുന്നോട്ട് വച്ച 5 മനോലൈംഗിക വികാസ ഘട്ടങ്ങളുണ്ട്. വദനഘട്ടം ഓറൽ സ്റ്റേജ്, ഗുദഘട്ടം ആനൽ സ്റ്റേജ്, ലിംഗഘട്ടം ഫാലിക് സ്റ്റേജ്, നിർലീനഘട്ടം ലേറ്റൻസി സ്റ്റേജ്, ജനനേന്ദ്രിയ ഘട്ടം ജെനിറ്റൽ സ്റ്റേജ്. ജനനം മുതൽ 1.5 വയസ്സ് വരെയുള്ള ഘട്ടമാണ് വദനഘട്ടം അല്ലെങ്കിൽ ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത്. വായയാണ് ഈ ഘട്ടത്തിലെ ഉദ്ദീപന മേഖല. അതിനാൽ വായയുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രവൃത്തിയും ശിശുവിന് ആനന്ദജനകമായിരിക്കും. പ്രധാനമായും മുലകുടിച്ചും അല്ലാത്തപ്പോൾ വിരലുകൾ ഊറിയും ശിശു സുഖം തേടുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ ഘട്ടമാണ് ഗുദഘട്ടം എന്ന് പറയുന്നത്. ഇവിടെ മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാതാപിതാക്കൾ കുട്ടിയെ പരിശീലിപ്പിക്കുന്ന ഘട്ടമാണ്. അതായത് ടോയ്ലറ്റ് ട്രെയിനിങ് നൽകുന്ന ഘട്ടമാണ് ഗുദഘട്ടം അല്ലെങ്കിൽ ആനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ആൺ പെൺ വ്യത്യാസം തിരിച്ചറിയുന്ന വികാസഘട്ടമാണ് ലിംഗഘട്ടം അല്ലെങ്കിൽ ഫാലിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെയാണ്
മാതൃകാമൻ അല്ലെങ്കിൽ ഈഡിപ്പസ് കോംപ്ലക്സ്, പിതൃകാമൻ, ഇലക്ട്ര കോംപ്ലക്സ്. ഈ രണ്ട് പ്രത്യേകതകൾ കാണപ്പെടുന്ന ഘട്ടവും ലിംഗഘട്ടമാണ്. ആൺകുട്ടികൾക്ക് മാതാവിനോടുള്ള വൈകാരികമായ അഭിനിവേശമാണ് മാതൃകാമന അല്ലെങ്കിൽ ഈഡിപ്പസ് കോംപ്ലക്സ് എന്നറിയപ്പെടുന്നത്. പെൺകുട്ടികൾക്ക് അച്ഛനോടുള്ള പ്രത്യേക ആഭിമുഖ്യമാണ് പിതൃകാമന അല്ലെങ്കിൽ ഇലക്ട്ര കോംപ്ലക്സ് എന്നു പറയുന്നത്. സ്വലിംഗത്തിൽപ്പെട്ട സമപ്രായക്കാരുമായി കൂട്ടുകൂടി കളിക്കാൻ താൽപ്പര്യം കാണിക്കുന്ന ഘട്ടമാണ് നിർലീന ഘട്ടം എന്നു പറയുന്നത്, ലേറ്റൻസി സ്റ്റേജ്. അത് 5 മുതൽ കൗമാരം വരെയുള്ള ഘട്ടമാണ്. ശാരീരിക മാറ്റങ്ങൾ മൂലം എതിർലിംഗത്തിൽപ്പെട്ടവരോടുള്ള താൽപ്പര്യം വളരുന്ന ഘട്ടമാണ് ജനനേന്ദ്രിയ ഘട്ടം അല്ലെങ്കിൽ ജെനിറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവയിൽ ഏതും പെടാത്തതാണ് അന്തർലീന ഘട്ടം. അതാണ് ഇവിടെ ഉത്തരമായി വരുന്നത്.